Dears, let us continue GST class. The topic is Service Accounting Code. The topic is Service Accounting Code, SAC എന്ന് പറയും. ഇന്നത്തെ ക്ലാസ്സിൽ GST ആക്റ്റിൽ പറയുന്ന ചില ടേംസുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ SAC, സർവീസ് അക്കൗണ്ടിംഗ് കോഡ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ HSN കോഡിനെ കുറിച്ച് പറഞ്ഞിരുന്നു. HSN കോഡ് മീൻസ് ഹാർമണൈസ്ഡ് സിസ്റ്റം ഓഫ് നോമൻക്ലാച്ചർ. അതേപോലെ മറ്റൊരു സർവീസ് അക്കൗണ്ടിംഗ് കോഡാണ് SAC എന്ന് പറയുന്നത്. സർവീസുമായി ബന്ധപ്പെട്ട ടു ഐഡൻറ്റിഫൈ, ടു റെക്കഗ്നൈസ്, ടു മെഷർ ആൻഡ് ടാക്സേഷൻ ഓഫ് സർവീസസ്. സർവീസ് ഐഡൻറ്റിഫൈ ചെയ്യാനും റെക്കഗ്നൈസ് ചെയ്യാനും മെഷർ ചെയ്യാനും സർവീസിന് ടാക്സ് ഇമ്പോസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന കോഡാണ് സർവീസ് അക്കൗണ്ടിംഗ് കോഡ്, SAC. HSN എന്ന് പറഞ്ഞാൽ ആ ഗുഡ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. 5000-ഓളം ഗ്രൂപ്പ്സ്, അറൗണ്ട് 5000 ഗ്രൂപ്പ്സ് ഓഫ് പ്രോഡക്ട്സ്, ഗുഡ്സ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. 6 ഡിജിറ്റ് കോഡാണ്. 1.5 crore ആണ് അതിൻ്റെ ത്രെഷ്ഹോൾഡ് ലിമിറ്റ്. അതിന് മുകളിൽ ടേൺ ഓവർ വരുന്നവരാണ് HSN കോഡ് ആവശ്യമായി വരുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്നാൽ റൂള് സെയിം തന്നെയാണ്. SACയുടെ കാര്യത്തിലും സർവീസ് അക്കൗണ്ടിംഗ് കോഡിൻ്റെ കാര്യത്തിലും സെയിം റൂളാണ് ആസ് ഇൻ ദ കേസ് ഓഫ് HSN. ആ പറഞ്ഞ 6 ഡിജിറ്റ് കോഡ്, 1.5 crore ത്രെഷ്ഹോൾഡ് ലിമിറ്റ്, അതിൽ തന്നെ ഇൻ ബിറ്റ്വീൻ 1.5 crore ആൻഡ് 5 crore 4 ഡിജിറ്റ്, എബോവ് 5 crore 6 ഡിജിറ്റ് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ സെയിം റൂളാണ് SACയുടെ കാര്യത്തിലും. എന്നാൽ HSNും SACയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, SAC എന്ന് പറയുന്നത് സർവീസുമായി ബന്ധപ്പെട്ടതാണ്. സർവീസിൻ്റെ ഐഡൻറ്റിഫിക്കേഷനും റെക്കഗ്നിഷനും മെഷർമെൻറ്റും ടാക്സേഷനൊക്കെയാണ് SAC കോഡ് ബാധകമാകുന്നത്. ഓക്കെ, ക്ലിയർ. ഇനി മറ്റൊരു ടേം പരിചയപ്പെടാം, ഡെലിവറി ചലാൻ. വാട്ട് ഈസ് ഡെലിവറി ചലാൻ? ഡെലിവറി ചലാൻ ഈസ് ഇഷ്യൂഡ് ഇൻ lieu ഓഫ് ടാക്സ് ഇൻവോയ്സ്. ഇൻ lieu ഓഫ് ടാക്സ് ഇൻവോയ്സ് നമ്മൾ വിശദമായിട്ട് പറഞ്ഞ ഒരു ടേമാണ് ടാക്സ് ഇൻവോയ്സ്. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും എന്താണ് ടാക്സ് ഇൻവോയ്സ് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. എന്നാൽ ഈ ടാക്സ് ഇൻവോയ്സിന് പകരമായിട്ട് ഇൻ lieu ഓഫ് ടാക്സ് ഇൻവോയ്സ് ഡെലിവറി ചലാൻ ഈസ് ഇഷ്യൂഡ്. ടാക്സ് ഇൻവോയ്സിന് പകരമായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഡെലിവറി ചലാൻ. ഇത് അപ്ലിക്കബിൾ ആവുന്നത് വേർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് വിത്തൗട്ട് ടാക്സ് ഇൻവോയ്സ്. ഓക്കെ, അത് പേരിൽ തന്നെയുണ്ട്, ഡെലിവറി ചലാൻ ഇൻ lieu ഓഫ് ടാക്സ് ഇൻവോയ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് അപ്ലിക്കബിൾ ആവുന്നത് ടാക്സ് ഇൻവോയ്സ് ഇല്ലാതെ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴാണ്. ലിക്വിഡ് ഗ്യാസ്, ഗുഡ്സ് ഫോർ ജോബ് വർക്ക്, ട്രാൻസ്പോർട്ടിംഗ് ഗുഡ്സ് ഫോർ റീസൺസ് അതർ ദാൻ ബൈ വേ ഓഫ് സപ്ലൈ. ഇത്തരം സാഹചര്യങ്ങളിലാണ് ഡെലിവറി ചലാൻ യൂസ് ചെയ്യാറ്, അപ്ലിക്കബിൾ ആവുന്നത്. ലിക്വിഡ് ഗ്യാസ്, ഗുഡ്സ് ഫോർ ജോബ് വർക്ക്, ട്രാൻസ്പോർട്ടിംഗ് ഗുഡ്സ് ഫോർ റീസൺസ് അതർ ദാൻ ബൈ വേ ഓഫ് സപ്ലൈ. സപ്ലൈ അല്ലാത്ത കാരണത്താലുള്ള ട്രാൻസ്പോർട്ടേഷൻ, സപ്ലൈയുടെ പരിധിയിൽ വരാത്ത രൂപത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ, ഇവിടെയൊക്കെ ഡെലിവറി ചലാനാണ് ടാക്സ് ഇൻവോയ്സിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഗുഡ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് ഉള്ള ഡെലിവറി ചലാന് വേ ബിൽ എന്നൊരു പേരുണ്ട്. വേ ബിൽ എന്നാണ് പറയുക, വേ ബിൽ. ഓക്കെ, ഇഫ് ഗുഡ്സ് ആർ ഇൻ നോക്ക്ഡ് ഡൗൺ കണ്ടീഷൻ. ഗുഡ്സ് ആർ ഇൻ നോക്ക്ഡ് ഡൗൺ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്ക്ഡ് ഡൗൺ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ? ചില ഗുഡ്സുകൾ, ചില ട്രാൻസ്പോർട്ടേഷൻ, സപ്ലൈ ഏത് രൂപത്തിലായിരിക്കും? ബിക്കോസ് ഓഫ് ദ നാച്ചർ ഓഫ് ഐറ്റംസ്, ഹ്യൂജ് നാച്ചർ, ട്രാൻസ്പോർട്ടേഷൻ cannot be taken place at a single time. അങ്ങനെ ഉണ്ടാവും. ചില ഗുഡ്സുകളുടെ നാച്ചർ അങ്ങനെയായിരിക്കും. ഒറ്റത്തവണ സപ്ലൈ നടക്കാത്ത സാഹചര്യം. അത്തരം ഗുഡ്സുകൾ
1 2 3 തവണയൊക്കെ ആയിട്ട് ഇങ്ങനെ കൺസൈൻമെൻറ്റ്, ഫസ്റ്റ് കൺസൈൻമെൻറ്റ്, സെക്കൻഡ് കൺസൈൻമെൻറ്റ്, തേർഡ് കൺസൈൻമെൻറ്റ്, അങ്ങനെ ഫൈനൽ കൺസൈൻമെൻറ്റ്, ആ രൂപത്തിൽ സപ്ലൈ നടത്തേണ്ടി വരും. അങ്ങനെയുള്ള സപ്ലൈക്കാണ് നോക്ക്ഡ് ഡൗൺ കണ്ടീഷൻ എന്ന് പറയാം. നോക്ക്ഡ് ഡൗൺ കണ്ടീഷനിലെ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അത്തരം ഗുഡ്സുകളാണ്. അങ്ങനെയാകുമ്പോൾ ഡോക്യുമെൻ്റ് കയ്യിൽ വെക്കേണ്ടത് എന്താ? ഫോർ ഫസ്റ്റ് കൺസൈൻമെൻറ്റ് ടാക്സ് ഇൻവോയ്സ് ആണ് വേണ്ടത്. നെക്സ്റ്റ് കൺസൈൻമെൻ്റ് ആണെങ്കിൽ ഡെലിവറി ചലാൻ. ലാസ്റ്റ് കൺസൈൻമെൻറ്റ് ഒറിജിനൽ ടാക്സ് ഇൻവോയ്സ്. ഓക്കെ, ഇതാണ് നോക്ക്ഡ് ഡൗൺ കണ്ടീഷനിൽ ഉള്ള ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ആവശ്യമായ ഡോക്യുമെൻറ്റുകൾ. ഫസ്റ്റ് കൺസൈൻമെൻറ്റ് ടാക്സ് ഇൻവോയ്സ്. നെക്സ്റ്റ് കൺസൈൻമെൻറ്റ് മീൻസ് നെക്സ്റ്റ് ആൻഡ് സബ്സിക്വൻറ്റ് കൺസൈൻമെൻറ്റ്, സെക്കൻഡ് ആൻഡ് സബ്സിക്വൻറ്റ് കൺസൈൻമെൻറ്റ്, ഡെലിവറി ചലാൻ മതിയാവും. ഇനി ലാസ്റ്റ് കൺസൈൻമെൻറ്റ് ഒറിജിനൽ ടാക്സ് ഇൻവോയ്സ്. ഓക്കെ, ഇതാണ് ഡെലിവറി ചലാനിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഒരു ടേം പരിചയപ്പെടാം. ഒന്നല്ല 2 ടേമുകളാണ് ക്രെഡിറ്റ് നോട്ട് ആൻഡ് ഡെബിറ്റ് നോട്ട്. നമ്മൾ അക്കൗണ്ടൻസിയിലൊക്കെ പഠിച്ചൊരു ടേമാണ് ക്രെഡിറ്റ് നോട്ട് ആൻഡ് ഡെബിറ്റ് നോട്ട്. എന്നാൽ അതിനോട് സാമ്യതയുള്ള, എന്നാൽ സപ്ലൈയായി ബന്ധപ്പെട്ട, GST ആയി ബന്ധപ്പെട്ട ഒരു ടേമാണ് ക്രെഡിറ്റ് നോട്ട് ആൻഡ് ഡെബിറ്റ് നോട്ട്. ക്രെഡിറ്റ് നോട്ട് ആസ് വെൽ ആസ് ഡെബിറ്റ് നോട്ട് ഇഷ്യൂഡ് ബൈ സപ്ലയർ ടു റെസിപ്പിയൻറ്റ്. സപ്ലയറാണ് ഇഷ്യൂ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ടാക്സ് ഇൻവോയ്സും ഒക്കെ ഡെലിവറി ചലാനൊക്കെ ഇഷ്യൂ ചെയ്യുന്നത് ആരാ? സപ്ലയറാണ് ടു റെസിപ്പിയൻറ്റ്. ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും ഈ 2 ഡോക്യുമെൻറ്റുകളും ഇഷ്യൂ ചെയ്യുന്നത് സപ്ലയറാണ് ടു റെസിപ്പിയൻറ്റ്. ക്രെഡിറ്റ് നോട്ട് എപ്പോഴാണ് ഇഷ്യൂ ചെയ്യുക? ക്രെഡിറ്റ് നോട്ട് ഈസ് ഇഷ്യൂഡ് വെൻ ടാക്സബിൾ വാല്യൂ ഓർ ടാക്സ് ചാർജ്ഡ് ഇൻ ടാക്സ് ഇൻവോയ്സ് എക്സീഡ്സ് ദ ടാക്സ് പേയബിൾ ഓൺ സച്ച് സപ്ലൈ. പ്രധാനപ്പെട്ടതും ഒന്നാമത്തതുമായ സാഹചര്യം അതാണ്. ഈ ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുമല്ലോ, ജനറലി സപ്ലയർ സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെൻ്റാണ് ടാക്സ് ഇൻവോയ്സ്. ഇറ്റ് ഈസ് മസ്റ്റ്. ടാക്സബിൾ ഗുഡ്സോ സർവീസോ ആണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ മസ്റ്റ് ആൻഡ് ഷുഡ് ടാക്സ് ഇൻവോയ്സ് സപ്ലൈ ചെയ്തിരിക്കണം, നമ്മൾ പറഞ്ഞതാണ്. ഇനി നോൺ ടാക്സബിൾ ആണെങ്കിൽ അവിടെ ബാധകമാവുന്നത് ബിൽ ഓഫ് സപ്ലൈ ആണ്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു. അങ്ങനെ സപ്ലയർ സപ്ലൈ ചെയ്യുന്ന സമയത്ത് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നു. അതിൽ ടാക്സബിൾ വാല്യൂ കാണിക്കും. ടാക്സ് ചാർജ്ഡ്, ഇത്ര ടാക്സ്, ഇത്ര SGST, ഇത്ര CGST വാങ്ങിച്ചു എന്ന് കാണിക്കുമല്ലോ. ടോട്ടൽ IGST ഒക്കെ അതിൽ കാണിക്കും. അപ്പോൾ അങ്ങനെ കാണിക്കുന്ന വാല്യൂ ടാക്സ് ചാർജ്ഡ് എക്സീഡ്സ് ദ ടാക്സ് പേയബിൾ ഓൺ സച്ച് സപ്ലൈ. ആ ഒരു സപ്ലൈയുടെ നിശ്ചിത ശതമാനമായിരിക്കുമല്ലോ GST വരിക. അപ്പോൾ ആക്ച്വലി പേയബിൾ ടാക്സ് ഓൺ സച്ച് സപ്ലൈ, വാല്യൂ ഓഫ് സപ്ലൈ, അതിനേക്കാളും കൂടുതലാണ് ടാക്സ് ചാർജ് ചെയ്തിരിക്കുന്നത് ടാക്സ് ഇൻവോയ്സിൽ. ഓക്കെ, ടാക്സബിൾ വാല്യൂ, ടാക്സ് ഇൻവോയ്സിൽ കാണിക്കുന്ന ടാക്സബിൾ വാല്യൂ ആക്ച്വൽ ടാക്സ് പേയബിൾ ഓൺ സച്ച് സപ്ലൈ അതിനേക്കാളും കൂടുതലാണെങ്കിൽ സപ്ലയർ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റാണ് ക്രെഡിറ്റ് നോട്ട്. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്താൽ മതി. നമ്മൾ പണ്ട് പഠിച്ചല്ലോ, പർച്ചേസ് റിട്ടേൺ നടക്കുന്ന സമയത്ത് നമ്മൾ ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യും. സെയിൽസ് റിട്ടേൺ നടക്കുന്ന സമയത്ത് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യും. അതുമായി കണക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സാഹചര്യം ഇതാണ് സിറ്റുവേഷൻ. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ടാക്സബിൾ വാല്യൂ ഇൻ ടാക്സ് ഇൻവോയ്സ് എക്സീഡ്സ് ദ ടാക്സ് പേയബിൾ ഓൺ സപ്ലൈ. മറ്റ് 2 സാഹചര്യങ്ങൾ കൂടെയുണ്ട്. ഗുഡ് സപ്ലൈഡ് ആർ റിട്ടേൺഡ് ബൈ റെസിപ്പിയൻറ്റ്. നമ്മൾ പറഞ്ഞല്ലോ, ഗുഡ് സപ്ലൈഡ് ആർ റിട്ടേൺഡ് ബൈ റെസിപ്പിയൻറ്റ്. ഓക്കെ, നമ്മുടെ
സെയിൽസ് റിട്ടേൺ ഉണ്ടല്ലോ, അതിൻ്റെ പരിധിയിൽ വരുന്നതല്ലേ ഇത്. സെയിൽസ് റിട്ടേണുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ പണ്ട് പഠിച്ച ക്രെഡിറ്റ് നോട്ട്. അതേ സംഭവം തന്നെ. ഗുഡ്സ് സപ്ലൈഡ് ആർ റിട്ടേൺഡ് ബൈ റെസിപ്പിയൻറ്റ്. പിന്നെ വരുന്നതാണ് സർവീസസ് സപ്ലൈഡ് ആർ ഫൗണ്ട് ഡെഫിഷ്യൻറ്റ്. സഫിഷ്യൻ്റ് അല്ല, ഡെഫിഷ്യൻ്റ് ആണ്. സർവീസ് സപ്ലൈഡ് ആർ ഫൗണ്ട് ഡെഫിഷ്യൻറ്റ്. സർവീസ് സപ്ലൈ ചെയ്തത് ഡെഫിഷ്യൻ്റ് ആണെന്നുള്ള മനസ്സിലായി. അങ്ങനെ ആകുമ്പോഴും ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യും. ഓക്കെ. ഇനി ഡെബിറ്റ് നോട്ട് ഈസ് ഇഷ്യൂഡ് വെൻ. ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്ന സാഹചര്യം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. എമൗണ്ട് ഓഫ് ടാക്സ് ഷോൺ ഇൻ ടാക്സ് ഇൻവോയ്സ് ഈസ് ലെസ് ദാൻ ദ ടാക്സ് ആക്ച്വലി പേയബിൾ ഓൺ സച്ച് സപ്ലൈ. നേരെ തിരിച്ച്, ടാക്സ് പേയബിൾ ആക്ച്വൽ ടാക്സ് പേയബിൾ കൂടുതലാണ് എമൗണ്ട് ഓഫ് ടാക്സ് ഷോൺ ഇൻ ടാക്സ് ഇൻവോയ്സ്. അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ടാക്സ് ഷോൺ ഇൻ ടാക്സ് ഇൻവോയ്സ് ഈസ് ലെസ് ദാൻ ദ ടാക്സ് ആക്ച്വലി പേയബിൾ ഓൺ സച്ച് സപ്ലൈ. ഇൻവോയ്സിൽ കാണിക്കുന്ന എമൗണ്ട് ഓഫ് ടാക്സ് ആക്ച്വലി പേയബിൾ ടാക്സിനേക്കാളും കുറവാണ്. ഓക്കെ. യഥാർത്ഥത്തിൽ ആ നടന്നിരിക്കുന്ന സപ്ലൈക്ക് കൂടുതൽ ടാക്സ് ഉണ്ട്, എന്നാൽ ടാക്സ് ഇൻവോയ്സിൽ അതിനേക്കാളും കുറച്ചാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സപ്ലയർ ഇഷ്യൂസ് ഡെബിറ്റ് നോട്ട് ടു ദ റെസിപ്പിയൻറ്റ്. ഓക്കെ. അപ്പോൾ ഇതാണ് ക്രെഡിറ്റ് നോട്ട് ആൻഡ് ഡെബിറ്റ് നോട്ട് GST ആയി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റുകളാണ്. ക്ലിയർ?